ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശിവവ്യാളി രൂപങ്ങളിലെയും പ്രഭാമണ്ഡലത്തിലെ സ്വർണം കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് SIT ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് തട്ടിയെടുത്ത സ്വർണം വേർതിരിച്ചത്. സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ട്. ഈ സ്വർണം കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, എന്താണ് വിശദാംശം? ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും 2019 കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് ഇത് ഉരുക്കി ബാക്കി വന്ന സ്വർണം ഗോവർദ്ധനെ വിറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന്റെ പണം എടുക്കുകയും ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കട്ടളപ്പാളിയുടെ ഭാഗമായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങളാണ് ഇത്. പ്രഭാമണ്ഡലത്തിലെ സ്വർണം കവർന്നിട്ടുണ്ട്. ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണമാണ് തട്ടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചു. അതിനുശേഷം ഒരുക്കി 476 ഗ്രാം സ്വർണമാണ് ബാക്കിയുണ്ടായിരുന്നത്. അത് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സ്വർണം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം ഈ കൊണ്ടുപോയിരിക്കുന്നതിൽ കൂടുതൽ സ്വർണം കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ 1 കിലോ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സ്വർണം ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെയും കണ്ടെത്തിയിരിക്കുന്നതിൽ അതിൽ കൂടുതൽ സ്വർണം പിടിച്ചെടുക്കാനോ ഉണ്ടെന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ SITയുടെ റിപ്പോർട്ടിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവർ 3 പേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയിലാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വിവരിച്ചുകൊണ്ടുള്ള അതിന്റെ വിവരങ്ങൾ വന്നിരിക്കുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.